ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പിശാച് ഏതൊക്കെ മേഖലകളിൽ കയറിയിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് സ്വാധീനമുണ്ട് ഇതെങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പല മേഖലകൾ, അറുത്തു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മുടിച്ചു കൊണ്ടുപോകുന്ന പല മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വാസ്തവമായിട്ടും പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സമാധാനം അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പിശാച് കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ ഒന്ന് യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ യേശു വന്നിരിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം കൊടുത്താൽ അവൻ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അഴിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കൊടുക്കുക, യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കൊടുക്കുക. അവൻ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അഴിച്ച് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യവും വിടുതലും തരുവാൻ യേശു കർത്താവ് ശക്തനാണ്. ഈ ദിവസങ്ങളിൽ എല്ലാവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.